പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ട്രെയിലർ ലോറി കമ്പിയിൽ ഉടക്കിയതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണു. മങ്കട പോലീസ് ഇൻസ്പെക്ടർ അശ്വിത് കാരൻമൈലിന്റെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. കഴിഞ്ഞ ദിവസം മങ്കട പോലീസ് സ്റ്റേഷനിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഇടത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് ആംബുലൻസ് ഉൾപ്പെടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്ന് വിശദീകരിക്കാം. അത് 5-ാം തീയതി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രതികളെ പോയി പിടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പട്ടാമ്പിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കണയം കുറവട്ടൂർ റോഡിലിങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു 1-2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പാടമൊക്കെ കഴിഞ്ഞ് ഒരു വലിയ കണ്ടെയ്നറുകളുടെ പുറകിൽ ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് കയറി പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ ആംബുലൻസും ഉണ്ട്. ഞങ്ങളിങ്ങനെ 3 വണ്ടിയും നിരന്തരമായിട്ട് പോകുമ്പോൾ മുമ്പിലത്തെ ഈ വലിയ കണ്ടെയ്നർ ലോറി ലൈനിൽ വലിയ ഹൈ ടെൻഷൻ ലൈനിൽ തട്ടി ആ ലൈൻ അതുപോലെ പൊളിഞ്ഞു കഴിഞ്ഞു. എൻ്റെ പുലർച്ചെ ഒരു 4:45 സമയത്താണ് സംഭവം നടക്കുന്നത്. നല്ല ഇരുട്ടും ലൈറ്റ് മൊത്തത്തിൽ അപ്പോഴത്തേക്ക് കിട്ടാനില്ല, ഇരുട്ടാണ്. അത് കാട് പിടിച്ചൊരു പ്രദേശം പോലെ കാണുന്ന സ്ഥലമാണ്. ഈ ലൈൻ വീണ ഉടനെ തന്നെ ഞാനും സോണിയും ജീപ്പിനകത്തുനിന്ന് ചാടി പുറത്തിറങ്ങി. ബാക്കി പ്രതികളെയും ബാക്കി 2 പേരും വണ്ടിക്കകത്ത് നിന്നു. ഞങ്ങൾ ഉടനെ തന്നെ ഈ ലൈൻ പൊട്ടി വീണാന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ മുമ്പിലൊരു വീട്ടിലേക്ക് ഒരു 100 മീറ്റർ ഓടി ഒരു മുമ്പിൽ വീട്ടിൽ പോയി KSBയുടെ സെക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ കുളപ്പുള്ളിയാന്ന് പറഞ്ഞു. അമ്മ കുളപ്പുള്ളി വിളിച്ച് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ നേരെ ആംബുലൻസ് എടുത്ത് ചെന്നപ്പം ആംബുലൻസ് ഡ്രൈവറുണ്ട്, വേറെ 2 പേരുണ്ട്, അതിനകത്ത് ആളുടെ ബോഡിയുണ്ട്. ഉടനെ തന്നെ അവരെ സേഫായിട്ട് അവർ പുറത്തിറങ്ങി ഒക്കെ ചെയ്തു. ആംബുലൻസിൻ്റെ മുകളിൽ കൂടെയാണ് ഒരു പോസ്റ്റ് ഒടിഞ്ഞു കിടന്നത്. എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ ജീപ്പിൻ്റെ അടുത്ത് വന്ന് അവിടെ നിൽക്കുമ്പോഴാണ് 2ാമത്തെ പോസ്റ്റ് ഈ സംഭവത്തിൽ ഒടിഞ്ഞിട്ട് വീഴുന്നത്. അത് ആ ഇരുട്ടത്ത് ദൈവഭാഗ്യത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയുടെ മുകളിൽ കൂടെയാണ് വീഴുക. എന്നിട്ട് ആ ലൈൻ വന്നിട്ട് എൻ്റെ തലയിലടിച്ചിട്ടാണ് ചാടി മാറിയോണ്ട് മാത്രമാണ്, എന്തോ ഭയം കൊണ്ടാണ്. ഇന്ന് ഇതിനിടയ്ക്ക് KSBക്കാരൻ മറിഞ്ഞു വീണപ്പോൾ KSBക്കാരനെ തട്ടിയാണ് ഈ പോസ്റ്റ് വീഴുന്നത്. ഞാനും ഒരു KSBക്കാരന് ആ സംഭവത്തിൽ വളരെ ഭയം കൊണ്ട് രക്ഷപ്പെട്ടു ഈ പോസ്റ്റ് ഒടിഞ്ഞു വീണത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരും പിന്നെ ആംബുലൻസിലുണ്ടായിരുന്ന 4 പേരും ഉൾപ്പെടെ ഇത്രയും പേരും ആ ഹൈ ടെൻഷൻ ലൈൻ മറിഞ്ഞ് വീണിട്ട് ആ സംഭവത്തിൽ പരിക്കേറ്റ് ശരിക്കും മരണപ്പെടുന്നതാണ്. എന്തോ ദൈവത്തിൻ്റെ ഭയം കൊണ്ടും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ ഭൂമി ചെയ്തു തീർക്കാനുണ്ടായാലും മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ്. സാറ് ഉൾപ്പെടെ ആരൊക്കെയുണ്ട്? നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഞാനുണ്ടായിരുന്നു, SCPO സോണി ജോൺസൺ ഉണ്ടായിരുന്നു, CPO സുരേഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു തിരുവനന്തപുരത്ത് പ്രതിയെ പിടിക്കാനായിട്ട് പോയത്. നമ്മുടെ 15 ലക്ഷം പോയ ഒരു കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് സംഭവം നടന്നത്. അതെ അല്ലേ? അതായത് ഒരു വലിയ അപകടത്തിൽ നിന്ന്, അതായത് കൃത്യനിർവഹണത്തിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ മങ്കടയിൽ വന്നിട്ട് സാറിനെ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, മങ്കടയിലെ പല ആളുകളും പറയാറുണ്ട്, അത് യുവാക്കൾ പറയാറുണ്ട്, വയോജനങ്ങൾ ഉൾപ്പെടെ പറയാറുണ്ട്. മങ്കടയിൽ കുറഞ്ഞ കാലം കൊണ്ട് ലഹരിക്കെതിരെ ഉൾപ്പെടെ സാറിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ആ സേവനങ്ങൾ അത് വിലമതിക്കാനാവാത്തതെന്ന്. അപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നാടിനെയും ദീർഘകാലം സേവനം ചെയ്യേണ്ട ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചു കിട്ടിയെന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ അധികം പറ്റാവോ? അത്രയും ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്കിനി ഇതുപോലെ പൊതുജനങ്ങളെ സേവിക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് ആർക്കും പരിക്ക് പറ്റാതെ ഒരു അപകടമൊന്നും പറ്റാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു 7-8 ലൈൻ ഒന്നിച്ചാണ് വണ്ടിയുടെ മുകളിൽ കൂടെ മറിഞ്ഞു വീണിട്ട് അതിനൊക്കെ രക്ഷപ്പെട്ടു. 2ാമത്തെ പോസ്റ്റ് വീഴുമ്പോഴും നമ്മുടെ തലയിൽ കൂടെയാണ് വീഴുന്നത്. എന്തോ ഭയം കൊണ്ടാണ് നമുക്ക് വേറെ അപകടം പറ്റാതെ രക്ഷപ്പെട്ടത്. പിന്നെ മങ്കടയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മങ്കടയുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റികളും ഒക്കെ ഞാനും എൻ്റെ കൂടുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും 24 മണിക്കൂറും പണിയെടുക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഞങ്ങളൊരു മതിപ്പും മങ്കട പോലീസ് സ്റ്റേഷന് പൊതുവേ നല്ലൊരു താല്പര്യം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. പ്രാർത്ഥനയും ഉണ്ടാകും. അതിനിയും ജനങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, ഏതായാലും നിങ്ങളുടെ സേവനങ്ങൾ ഈ നാടിന് വേണം. അതറിയാവുന്നത് കൊണ്ട് ഏതോ ഒരു ശക്തി നിങ്ങളെ രക്ഷിച്ചു തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും നിങ്ങളുടെ സേവനങ്ങൾ ഈ നാടിന് വേണ്ടി ഇനിയും തുടരട്ടെ എന്ന്